ഇരുട്ടിന്റെ മറവിൽ കളത്തിലിറങ്ങി വേട്ട കണ്ടെത്തുന്ന മൃഗങ്ങളെ കാട്ടിനുള്ളിൽ കാണാറുണ്ട്. അതേ വ്യഗ്രതയോടെ മനുഷ്യജീവൻ എടുക്കുന്ന സീരിയൽ കില്ലർ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ നമ്മുടെ കൊച്ചു കൊല്ലത്ത് ഒരു മാസത്തെ ഇടവേളയിൽ 2 വയോധികരാണ് കൊല്ലപ്പെട്ടത്. കിലോമീറ്ററുകൾ ദൂരത്ത് 2 വ്യത്യസ്ത മനുഷ്യർ, പരസ്പരം പരിചയമില്ലാത്തവർ. പക്ഷേ ഒരു സാമ്യതയുണ്ട്. 2 പേരും കളത്തിണ്ണയിൽ അന്തിയുറങ്ങുന്ന ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത മനുഷ്യരാണ്. 2 പേരുടെയും ഉയരെടുത്തത് കഴുത്ത് ഞെരിച്ചും, അതായത് മോഡസ് ഓപ്പറാൻഡി സമാനം. വൃദ്ധന്മാരെ കൊന്നൊടുക്കുന്ന സീരിയൽ കില്ലർ എന്ന സംശയമാണ് ഇതോടെ ഉയർന്നത്. നേരം കളയാതെ അന്വേഷണം തുടങ്ങിയ പോലീസ് ആ സീക്വൻസിൽ 2ാം നടന്ന കൊലപാതകത്തിലെ പ്രതിയെ പൊക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് ആ പ്രതി പിടിയിലായത്. ഇതേ ആൾ തന്നെയാണോ ആ സീക്വൻസിലെ ആദ്യത്തെ കൊലപാതകവും നടത്തിയെന്ന സംശയത്തിലാണ് പോലീസ്. തമിഴ്നാട് സ്വദേശി വിജേഷ് വാ തുറന്ന് കാര്യമായി എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കാര്യമായ ഫലിതമുണ്ടാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ മാസം 24-ന് അർദ്ധരാത്രിയാണ് മുണ്ടയ്ക്കൽ സ്വദേശി 70 വയസ്സുകാരൻ രാജേന്ദ്രൻ കൊല്ലപ്പെടുന്നത്. കടവരാന്തയിൽ അന്തിയുറങ്ങാറുള്ള മനുഷ്യനെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. സംഭവം നടക്കുന്നത് കമ്മീഷണർ ഓഫീസിന് മീറ്ററുകൾക്ക് മാത്രം അകലെ എന്നതായിരുന്നു ആശ്ചര്യം. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് പോലീസ് കൊലപാതകിക്കരികിലെത്തി. നിർണായകമായത് CCTV ദൃശ്യങ്ങൾ. ഒരാളെ തോർത്തുകൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് CCTVയിൽ നിന്ന് ലഭിച്ചത്. പ്രതിയുടെ രൂപം വ്യക്തമായതോടെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതി തമിഴ്നാട് സ്വദേശിയാണെന്നുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് സംഘങ്ങളായി തിരിഞ്ഞ് തമിഴ്നാട്ടിൽ അന്വേഷണത്തിനൊടുവിൽ തക്കല സ്വദേശി ബിജു സുരേഷിനെ തമിഴ്നാട് വാൽപ്പാറയിൽ നിന്നും കൊല്ലം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ പെട്ടെന്നുള്ള പ്രകോപനമാണോ മുൻവൈരാഗ്യമാണോ എന്നതടക്കം കണ്ടെത്തണം. കഴിയുന്നില്ല. നിഗൂഢത ഒഴിയാത്ത മറ്റൊരു കൊലപാതകത്തിന് കൂടി ഈ അറസ്റ്റിലൂടെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഏപ്രിൽ 19-ന് നടന്ന കല്ലുവാതുക്കലിലെ വയോധികന്റെ കൊലപാതകത്തിനും രാജേന്ദ്രന്റെ കൊലപാതകത്തിനും തമ്മിൽ സമാനതകളുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. അങ്ങനെയെങ്കിൽ പ്രതി ബിജു സുരേഷിന്റെ ചോദ്യം ചെയ്യലിൽ 2 കൊലപാതകങ്ങളുടെയും ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. കൊലപാതകത്തിന്റെ മോഡസ് ഓപ്പറാൻഡി സമാനം. കൊല്ലപ്പെട്ടവരുടെ പശ്ചാത്തലവും ഒരുപോലെ. 2 പേരും ചോദിക്കാനും പറയാനും ആരുമില്ലാതെ കടത്തിണ്ണയിൽ ഉറങ്ങുന്നവർ. ഇരുട്ടിന്റെ മറവിൽ തോർത്തുമായി ജീവനെടുക്കാൻ വയോധികരെ കൊല്ലാനിറങ്ങുന്ന മനുഷ്യനാണോ ആ പിടിയിലായാൾ? 2 കൊലപാതകത്തിനും ഇയാൾക്ക് പങ്കുണ്ടോ? പുറത്ത് നേരറിഞ്ഞാൽ കേരളം ഞെട്ടുന്ന ഒരു സീരിയൽ കില്ലറിന്റെ വാർത്തയായിരിക്കുമോ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്? എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലാണ്. മറ്റു വാർത്തയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.